നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. ഇറാൻ ഇപ്പോൾ 10,000 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ കഴിയുന്ന ICBM മിസൈലുകൾ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്ത, ഇസ്രയേലി പാർലമെൻറ്റിനകത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുമ്പോൾ അവിടെയുള്ള പ്രതിപക്ഷം തന്നെ, അതായത് ഇസ്രയേലിലെ പ്രതിപക്ഷം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇസ്രയേലി പാർലമെൻറ്റിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് തുർക്കിയിൽ നിന്നാണ്. തുർക്കിയുടെ ഒരു ട്രാൻസ്പോർട്ട് എയർപ്ലെയിൻ ഇപ്പോൾ തകർന്നു വീണിരിക്കുകയാണ്. അത് സംബന്ധിക്കുന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യത്തെ വാർത്ത ഇറാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇറാനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ഒരു വാർത്ത ഇസ്രയേലിനെയും അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും എല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത്. അതായത് 10,000 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ കഴിയുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM ഇപ്പോൾ ഇറാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ മിസൈൽ എന്ന് പറയുന്നത് ഇറാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലാണ്. അതായത് ഇറാൻ്റെ പക്കലുള്ള മിസൈലുകളെക്കാളും 3 മടങ്ങ് ശക്തിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 10,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് യൂറോപ്പിലെ ഏത് രാജ്യത്തേക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്തേക്കും ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഈ ഒരു 10,000 കിലോമീറ്റർ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും ഇറാൻ്റെ ഇത്തരമൊരു പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇറാൻ്റെ പക്കൽ ഇതുവരെ ഉണ്ടായിരുന്നത് മിഡിൽ റേഞ്ച് മിസൈലുകളാണ്. അത് പ്രധാനമായിട്ടും ആശങ്കയിൽ ആഴ്ത്തിയിരുന്നത്. അത്തരം മിസൈലുകൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിരുന്നത് ഒന്നെങ്കിൽ ഇസ്രയേലിനെയും അതുപോലെ തന്നെ ഇറാൻ്റെ പക്കലുള്ള ഇറാൻ്റെ സമീപത്തുള്ള അമേരിക്കൻ ബേസുകളെയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. എന്നാൽ ഇപ്പോഴുള്ള ICBM മിസൈലുകൾ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ ഭീഷണിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൽ ട്രംപ് പറഞ്ഞിരുന്നത്, അതായത് ഇറാനിലേക്കുള്ള ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ അമേരിക്കയും പങ്കുചേർന്നിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഇത്തരമൊരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്ക് അമേരിക്ക തന്നെ തുറന്നു പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു തിരിച്ചടി അത് നൽകണമെന്നുള്ള ഒരു വികാരം അത് ഇറാനിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ICBMൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇവിടെ ഇറാൻ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. തങ്ങളെ ആക്രമിക്കാനായി മുതിർന്നാൽ ശക്തമായൊരു തിരിച്ചടി അതുണ്ടാകുമെന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. സ്പെഷ്യലി അമേരിക്ക വരെ എത്താൻ കഴിയുന്ന മിസൈലുകൾ ഇറാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരാക്രമണത്തിന് അമേരിക്ക മുതിരുമ്പോൾ പലവട്ടം അമേരിക്ക ആലോചിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിനോട് ഇറാൻ പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ പറയുന്നത് ഇത്തരം മിസൈലുകൾ തങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ലോകം അതിനെ അത്ര ലളിതമായി കാണുന്നുമില്ല. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്ത ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇസ്രയേലി പാർലമെൻറ്റിൽ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്നതിനിടെ ഇസ്രയേലിൻ്റെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് ഇസ്രയേലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ നിന്നുള്ള ഭീഷണി അതുപോലെ തന്നെ ഹമാസിൻ്റെ നിരായുധീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിനകത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രവർത്തികൾ അതിഷ്ടപ്പെടാത്ത വലിയൊരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളെ തുടർന്ന് നിരവധി പ്രതിപക്ഷ അംഗങ്ങളെയാണ് സ്പീക്കർ പുറത്താക്കിയത്. നെതന്യാഹു ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇസ്രയേലിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നത്. അതിനാൽ തന്നെ ഹമാസിൻ്റെ ഭീഷണി അവസാനിച്ചാൽ മാത്രമേ ഇസ്രയേലിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ്
ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു രാഷ്ട്രീയപരമായി നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസംഗങ്ങൾ, ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നാണ് വിമർശകർ ഇതിനോട് പ്രതികരിച്ചത്. മറ്റൊരു വാർത്ത തുർക്കിയിൽ നിന്നാണ് വരുന്നത്. തുർക്കിയുടെ സൈനിക വിമാനം ഇപ്പോൾ തകർന്നു വീണിരിക്കുകയാണ്. 20 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ജോർജിയയ്ക്കും അസർബൈജാനും ഇടയിലാണ് ഈ ഒരു വിമാനം തകർന്നു വീണത്. 4 എഞ്ചിനുള്ള C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. വിമാനം അസർബൈജാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് തുർക്കിയിലേക്ക് മടങ്ങുകയായിരുന്നു. തുർക്കിയും അസർബൈജാനും ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത്. അപകട കാരണമായി ചിലർ പറയുന്നത് വിമാനത്തിൻ്റെ പഴക്കമാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനാൽ തന്നെ അപകട കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് തുർക്കിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്.